ഓർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയും ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികം ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യൽ. അപ്പോൾ രാവിലെ ഒരു 6:15 ആയപ്പോൾ എണീറ്റ് പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബൂസ്റ്റല്ല ഹോർലിക്സ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ കുഞ്ഞൊരു മഗ്ഗിലാണ് കേട്ടോ ഉണ്ടാക്കണത്. എനിക്ക് വലിയ കപ്പിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് മടുക്കും. കാരണം ഈ ബൂസ്റ്റ് ഹോർലിക്സിൻ്റെ ഒക്കെ ടേസ്റ്റ് എനിക്ക് കൂടുതൽ കഴിക്കാൻ കഴിയില്ല, അതായത് കുടിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു കപ്പിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് പൊടിയൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ആ ഒരു പാക്കറ്റിലുള്ളത് കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ കുറച്ച് ഇട്ടു. അപ്പോൾ ഇതിൽ കുറച്ചുള്ളൂ പാക്കറ്റിൽ വിചാരിച്ചിട്ട് മൊത്തത്തിൽ ഇട്ടപ്പോൾ അതാണെങ്കിൽ ഇട്ടിട്ട് തീരുന്നില്ലേനു. അങ്ങനെ പിന്നെ കുറച്ച് ബാക്കി വെക്കണ്ട വിചാരിച്ചിട്ട് എല്ലാം കൂടി ഇട്ടു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, വലിയ കപ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. ഇത് കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ടേസ്റ്റിൽ വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ ഞാനതൊക്കെ എടുത്തിട്ട് റൂമിൽ പോയി. കാരണം എനിക്ക് ടു ഡു ലിസ്റ്റെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുടിക്കണിടയിൽ അതൊക്കെ എഴുതാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ബൂസ്റ്റല്ല ഹോർലിക്സ് എല്ലാം കുടിച്ചിട്ട് ഞാൻ ബെഡെല്ലാം ഒന്ന് വിരിച്ചിട്ടാണ് കേട്ടോ. ബെഡ് വിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നിന്നതേനു. പക്ഷെ അത്യാവശ്യം നല്ല ചളിയൊക്കെ ഉണ്ടായിരുന്നു ബെഡിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബെഡ്ഷീറ്റ് മാറ്റാമെന്ന്. പിന്നെ കുറച്ചായിട്ടുണ്ടായിരുന്നു മാറ്റിയിട്ട്. പിന്നെ ഞാൻ തിന്നേണ്ട സാധനങ്ങളൊക്കെ ബെഡിൽ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ കഴിക്കും, ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അത് ബെഡിലായി കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ അവിടെ കിടക്കുമല്ലോ. അപ്പോൾ പിന്നെ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. എനിക്ക് ആദ്യം ഒരു ഇനിയ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് പോയിട്ടുണ്ടായിരുന്നു. ആ പേജ് എന്തോ ആയിട്ട് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ പേഴ്സണൽ പേജ് പറഞ്ഞിട്ടുള്ള എൻ്റെ ക്രാഫ്റ്റിൻ്റെ പേജ് ഉണ്ടല്ലോ, അതിലാണ് എൻ്റെ ഡെയിലി വ്ലോഗ് പോലെ യൂട്യൂബിൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്ന വീഡിയോസൊക്കെ ഞാൻ ക്രാഫ്റ്റിൻ്റെ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിലിങ്ങനെ ക്രാഫ്റ്റിൻ്റെ പേജിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ക്രാഫ്റ്റിൻ്റെ ഇതിങ്ങനെ ഇങ്ങനെ കുറയുമല്ലോ, അതായത് വീഡിയോസൊക്കെ പിന്നെ ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിപ്പോവും. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇനി ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് എന്താണ് പേജിൻ്റെ പേരെന്നുള്ളതൊക്കെ ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് പോയിട്ട് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം തന്നെ ഞാൻ പേജ് സ്റ്റാർട്ട് ചെയ്യണുണ്ട്. അപ്പോൾ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റും ഇടുന്നുണ്ട്. ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളൂ. പിന്നെ നിങ്ങളൊക്കെയാണല്ലോ ഇന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് എത്തിച്ചതും നിങ്ങളാണല്ലോ. എൻ്റെ വീഡിയോസ് എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ കാണുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്. എനിക്ക് യൂട്യൂബിൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ കയറുന്നുണ്ട്. പക്ഷേ ഇൻസ്റ്റയിൽ എൻ്റെ ക്രാഫ്റ്റിൻ്റെ പേഴ്സണൽ പേജ് പറഞ്ഞിട്ടുള്ള പേജാണെങ്കിലും ഇനിയിപ്പോൾ ഞാൻ പേഴ്സണൽ തുടങ്ങി കഴിഞ്ഞാലും അതിൽ ഫോളോവേഴ്സൊക്കെ കൂടുതൽ കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിലിങ്ങനെ എടുത്ത് പറഞ്ഞത്. പക്ഷേങ്കിൽ വ്യൂസ് നോക്കുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം വ്യൂസ് ഉണ്ട് കേട്ടോ ഇൻസ്റ്റഗ്രാമിലൊക്കെ. അതായത് നല്ല വ്യൂസ് നല്ല, പക്ഷേ എൻ്റെ ഫോളോവേഴ്സ് 100 സംതിങ് ഉള്ളല്ലോ, 160 അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ വ്യൂസ് നോക്കുകയാണെങ്കിൽ 2K 1K പ്ലസ് എന്തായാലും ഉണ്ടാവും. 2K 3K 4K അങ്ങനെ ആ ഒരു രീതിക്ക് വരുന്നുണ്ട്. പൊതുവേ ഉണ്ടാവുന്ന പ്രശ്നം സബ്സ്ക്രൈബേഴ്സും അല്ല ഫോളോവേഴ്സ് കൂടുതലായിരിക്കും, പക്ഷേ വ്യൂസ് കുറവായിരിക്കും. പക്ഷേ എൻ്റേത് നേരെ തിരിച്ചാണ്, വ്യൂസ് കൂടുതലാണ്, ഫോളോവേഴ്സ് കുറവാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഞാൻ വിചാരിക്കണം. അപ്പോൾ അത്രയൊക്കെയാണ് അതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പർച്ചേസിങ് ഗ്രോസറി ഷോപ്പിംഗ് വീഡിയോ ഒക്കെ ഇടലുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് സാലറി എത്രയാണ്, അതായത് തോനെ സാലറി ഉണ്ടെന്നാണ് എല്ലാവരും വിചാരം. അതുപോലെ തന്നെ എന്താണ് എത്ര ക്യാഷാണ് ഈ ഗ്രോസറി ഷോപ്പ്, അതായത് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇത്രയും ക്യാഷ് എവിടെ നിന്നാണ് കിട്ടണമെന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ എന്നും ഷോപ്പിംഗ് ചെയ്യണതല്ല. ഷോപ്പിംഗ് എപ്പോഴെങ്കിലും ചെയ്ത വീഡിയോസ് ഉണ്ടാവും, പക്ഷെ അത് അപ്ലോഡ് ചെയ്യുന്നത് ഒക്കെ ഒരുമിച്ചായിരിക്കും എന്നാണ്. ഞാനിപ്പോൾ ഒരു വട്ടം പർച്ചേസ് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് ഓർമ്മ വരാം കുറച്ച് മുന്നേ എടുത്ത് വെച്ച വീഡിയോസൊക്കെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അത് എല്ലാം കൂടി അങ്ങനെ ഒരുമിച്ചിടും, അതാണ് സംഭവം. അതിനങ്ങനെ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്നും ഇതാണ് പണിയുന്നത്. അതേപോലെ പുറത്ത് പോയി ഫുഡ് കഴിക്കണമൊക്കെ കാണുമ്പോൾ, പിന്നെ പുറത്ത് പോയി ഫുഡ് കഴിക്കണ സ്വഭാവം എനിക്ക് ഈയിടെയായിട്ട് കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ ബ്രേക്കാക്കി തുടങ്ങിയിട്ടുണ്ട്. കാരണം എപ്പോഴും പുറത്ത് പോയി ഫുഡ് കഴിച്ചാൽ ശരിയാവില്ലല്ലോ. ചെറുതെന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കണത്, പക്ഷെ എന്നാലും അതത്ര ശരിയല്ലല്ലോ. അങ്ങനെ ശീലമായി പോവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറച്ച് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചതിന് ശേഷം ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. എനിക്ക് ഡ്രസ്സ് മടക്കി വെക്കണത് അതിന് നിന്നാൽ എനിക്കത് ഇഷ്ടമാണ്. പക്ഷേ അതിങ്ങനെ കാണുമ്പോൾ അങ്ങനെ പിന്നെ ചെയ്യാം വിചാരിച്ച് മാറ്റി വെക്കും. പക്ഷെ മടക്കി വെക്കാൻ തുടങ്ങിയാൽ എനിക്ക് ഇഷ്ടമില്ലാത്ത പണിയൊന്നുമല്ല, ഇഷ്ടമുള്ളത് തന്നെയാണ്. അങ്ങനെ കുറച്ച് മടക്കി വെച്ചപ്പോൾ ഞാൻ പിന്നെ എൻ്റെ സ്ഥിരം പരിപാടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എല്ലാത്തിനും ഓരോ ഭാഗത്തേക്ക് ആക്കിയിടുക.
അതാവുമ്പോൾ സുഖമാണ്, പെട്ടെന്ന് മടക്കി വെച്ച് കഴിയും. ഞാൻ ഇതിനെക്കുറിച്ചൊരു ഷോർട്സ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ കാറ്റഗറിയിൽ വരുന്നത് പുതിയതൊരു ഭാഗത്ത്, ജീൻസ് വേറൊരു ഭാഗത്ത്, ഷോൾ വേറെ ഭാഗത്ത്, അങ്ങനെ ആക്കി വെക്കുമ്പോൾ നമുക്ക് ഇത്ര കുറച്ചുള്ളല്ലോ എന്ന് ഇങ്ങനെ തോന്നും. അപ്പോൾ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ മടക്കി വെച്ചാൽ മതി. മറ്റേതൊന്നാകെ ആ ചെയറിൽ കാണുമ്പോൾ തന്നെ ഒരു ഗതികേടാവും. അങ്ങനെ ഓരോന്ന് മടക്കി വെക്കാണ്. ഞാൻ പിന്നെ ഇതെല്ലാം കൂടി ഒരു ദിവസം വാഷ് ചെയ്യാൻ നിൽക്കണോണ്ടാണ് കേട്ടോ ഇത്രയും തോനെ വരുന്നത്. നിങ്ങൾ ഡെയിലി ഇങ്ങനെ വാഷ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതൊരു പണിയായിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കൊടുന്നൊക്കെ വെച്ച് അടുത്തത് വാഷ് ചെയ്യാനാവുന്ന ടൈമിലൊക്കെ ആയിരിക്കും മടക്കി വെക്കണത്. അത്രയും ദിവസം കഴിഞ്ഞിട്ട് തോരട്ട് കണ്ടെന്ന് വെച്ച ടൈമിലൊന്നും മടക്കി വെക്കില്ല. കുറേ ഒരു ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ മടക്കി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അതുവരെ ആ ചെയറിൽ അങ്ങനെ കിടക്കും. പിന്നെ ഒക്കെ എൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ള ടൈമാണെന്നുണ്ടെങ്കിൽ മടക്കി, അതായത് തോരട്ട് കൊടുന്ന ടൈമിലേ മടക്കി വെക്കും. അല്ലെങ്കിൽ പിന്നെ നോക്കണ്ട, 4 ദിവസമോ 5 ദിവസമോ ഒരാഴ്ച വരെയൊക്കെ നിൽക്കും. അതിനെക്കാട്ടിലൊന്നും ഏറൂല. അങ്ങനെ അതാ ഏകദേശം എല്ലാം മടക്കി വെച്ച് കഴിഞ്ഞു. പിന്നെ എല്ലാം ഓർഗനൈസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇനിയും സ്ഥലം കുറച്ച് ബാക്കിയുണ്ട്. കാരണം എന്താണ്, കുറച്ചും കൂടി വാഷ് ചെയ്യാൻ ഡ്രസ്സ് ഇനിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ പിന്നെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടു. അതിനുശേഷം പിന്നെ ഞാൻ ഓട്സ് ആക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഓട്സ് ഞാനത് ചരിച്ചപ്പോഴാണ് നാത്തു പറഞ്ഞത് സോഫ്റ്റുള്ള ഓട്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് എടുത്തു തന്നത്. അങ്ങനെ ഞാൻ അത് വെച്ചിട്ട് ഉണ്ടാക്കി വെക്കാണ്. സോഫ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. പക്ഷെ പറഞ്ഞ പോലെ അത്യാവശ്യം സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നോർമലിനെക്കാട്ടിലും ഒന്നുകൂടിയും സോഫ്റ്റായിട്ട് അങ്ങനെ തോന്നി. ഇതെനിക്ക് തോന്നുന്നു ഗൾഫത്തെ ഓട്സാണെന്ന്. എന്തായാലും അത്യാവശ്യം സോഫ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഓട്സ് അങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെയല്ല. ഓവർനൈറ്റ് ഓട്സ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ കുക്ക് ചെയ്ത ഓട്സ് എനിക്ക് എന്തോ അത്രയ്ക്ക് വലിയൊരു ഇഷ്ടമില്ല ഇപ്പോൾ. എന്നാലും ഞാൻ ഉണ്ടാക്കും വലിയ ആളായിട്ട്. പക്ഷെങ്കിൽ കുറച്ച് കഴിച്ചിട്ട് പിന്നെ ആർക്കെങ്കിലും കൊടുക്കും. അങ്ങനെയാണ് ചെയ്യൽ. പിന്നെ പൊതുവെ ഞാൻ പാലിൽ തന്നെയാണ് കുക്ക് ചെയ്യൽ. ഇതിപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളത്തിൽ കുക്ക് ചെയ്തിട്ട് പിന്നെ അതിങ്ങനെ തിളച്ച് വന്നപ്പോൾ അതിക്ക് പാലൊഴിച്ച് കൊടുത്തൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാനത് പാത്രത്തിലിട്ടിട്ട് അതിക്ക് ഇങ്ങനെ പഴം ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ചെത്ത മീൻസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട്. ഈ ഒരു കുഞ്ഞു പഴം, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മൈസൂർ പഴത്തിനെക്കാട്ടിലും എനിക്കിഷ്ടം ഇതൊരു പൊടിയുള്ള ടൈപ്പ് പഴം ഉണ്ടല്ലോ, അതാണ്. അങ്ങനെ അത് കട്ട് ചെയ്തിട്ടതിന് ശേഷം പിന്നെ ഒരു റോബസ്റ്റും കൂടിയും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോയിൽ പറയലുണ്ടല്ലോ, ഞാൻ എല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് വെക്കും, പിന്നെ അതൊക്കെ കേടായി പോകലാണ്. അപ്പോൾ എന്നോട് ഞാൻ അത് വാങ്ങിയപ്പോഴേ മുർഷാദ് പറഞ്ഞു അത് എടുത്ത് കഴിച്ചോണ്ടി, വെറുതെ സാധനം കളയണ്ടെന്ന്. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത്. പിന്നെ നേരത്തെ ഞാൻ ഹോർലിക്സ് ചാനലാക്കിയിട്ടുണ്ടേനെ. അപ്പോൾ അതൊരു കുഞ്ഞു കപ്പിലേനു. അപ്പോൾ ഇത് ഞാൻ ബൂസ്റ്റ് ആക്കിയതാണ് കേട്ടോ, ഇതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ബൂസ്റ്റും ഞാൻ കുടിച്ചിട്ടില്ലേനു, ഈ ഓട്സും ഞാൻ വല്ലാതെ കഴിച്ചിട്ടില്ലേനു. എനിക്ക് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ ഓട്സ് മതിയാവും. അങ്ങനെ അതൊക്കെ അവിടെ മതിയാക്കിയിട്ട് മുർഷാദക്കാർക്ക് കൊടുത്തിട്ട് പോയിട്ടുണ്ടേനു. പിന്നെ കുട്ടികൾക്കൊന്നും ഇതിഷ്ടമല്ല ഓട്സ്. അങ്ങനെ പിന്നെ അകലെല്ലാം അടിച്ചു വാരിയിട്ട് എനിക്ക് അത്യാവശ്യം ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വാഷ് ചെയ്യാണ്. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് കല്ലുമ്മ കൊണ്ടുവന്ന് തിരുമ്പി ശീലമായിട്ട് മെഷീനിലിടാപ്പോൾ കുറച്ച് മടിയാക്കണം കേട്ടോ. കാരണം മെഷീനിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം ഇങ്ങനെ നിൽക്കണമല്ലോ, അതിങ്ങനെ ഓഫാക്കിയിട്ടും ഓണാക്കിയിട്ടൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും ആ ഒരു ടൈം കൊണ്ട് വേഗം കല്ലുമ്മ കൊണ്ടുവന്ന് തിരുമ്പി അത് കഴിയുമല്ലോ വിചാരിച്ചിട്ട് ഇപ്പം അധികം കല്ലുമ്മക്ക് തന്നെയാണ് കൊണ്ടുവരലുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു, അതായത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, ഒരു കാര്യം ഇങ്ങനെ ശീലമായി കഴിഞ്ഞാൽ അത് നമുക്ക് ഈസി ആയിട്ട് തോന്നും. പക്ഷെ നമ്മൾ കുറച്ച് കാലം ചെയ്യാതെ മടിയായിട്ട് ഇരിക്കുമ്പോൾ പിന്നെ അത് ചെയ്യാൻ കുറച്ച് മടിയാക്കാരും. പിന്നെ ആ ഒരു ട്രാക്കൊക്കെ വന്നാൽ വലിയ പ്രശ്നമില്ല. പിന്നെ അതിൻ്റെ ഡ്രസ്സ് ഞാനിങ്ങനെ മെല്ലെ മെല്ലെ തിരുമ്പണത് ഒന്നാമത് പുതിയ ഡ്രസ്സായിട്ടും
പിന്നെ എൻ്റെ വീഡിയോ എടുക്കണോണ്ടാണ് മെല്ലെ തിരുമ്പണം. കാരണം എനിക്ക് നല്ല സ്പീഡിൽ കുറച്ച് നല്ല രീതിക്ക് തിരുമ്പണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡ്രസ്സിൻ്റെ കൈ കുറച്ച് കയറ്റി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കതെന്തോ ഒരു തട്ടിത്തടിയണ പോലെയാണ്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അത് കയറ്റി വെക്കാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ മെല്ലെ മെല്ലെ തിരുമ്പണത്. അതായത് ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സിൻ്റെ കൈ കയറ്റി വെച്ചാൽ കേട്ടോ, ഫുൾ സ്ലീവ് ആയതുകൊണ്ട് അതിങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. പിന്നെ തൊട്ടടുത്ത് തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഫോണും ഉണ്ടല്ലോ, അപ്പോൾ അതുമ്മക്കും തെറിക്കുമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ഷാമിക്കാൻ്റെ അനിയത്തിയും താത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾക്ക് 1-2 സാധനങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. മെയിനായിട്ട് വന്നത് എന്തെന്ന് വെച്ചാൽ ഓള് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രിപ്പ് പോയി വന്നപ്പോൾ ഉമ്മാക്കും താത്താക്കും ഒക്കെ ചെരുപ്പും പിന്നെ ഓക്ക് ബാഗും ഒക്കെ ഓൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കോള് സംഭവത്തിൽ വാങ്ങാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ അടുത്തപ്പോൾ വിളിച്ചപ്പോഴാണ് ദിനത്താക്ക് എന്താ വാങ്ങിയത് വെച്ചപ്പോഴാണ് അല്ല എനിക്ക് വാങ്ങിയിട്ടില്ലല്ലോ എന്നുള്ള കാര്യമൊക്കെ ഓർമ്മ വന്നത്. അപ്പോൾ അന്ന് തൊട്ടുണ്ട് എന്നോട് സൈസും കാര്യങ്ങളൊക്കെ ചോദിക്കണം. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട്, കാരണം എനിക്ക് ചെരുപ്പുണ്ട്, പിന്നെ വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓൾ എന്നിട്ട് ഷാമിക്കാൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് വിനിത്താൻ്റെ സൈസ് എന്താണെന്നൊക്കെ. അപ്പോൾ അങ്ങനെ പിന്നെ എന്താ ഓക്ക് എടുത്ത് തരഞ്ഞിട്ട് ഓക്കൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ പോയി കൊടുത്തതേനു. അങ്ങനെ ഓള് ചെരുപ്പൊക്കെ വാങ്ങിത്തന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ചെരുപ്പ് വാങ്ങിത്തന്നതും. പിന്നെ ഓളെ കയ്യിൽ നിന്ന്, അതായത് ഓളിന്നിപ്പോൾ 10th-ലാണ്, അപ്പോൾ ഓളെ ക്യാഷിന് വാങ്ങിത്തരാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പോലും എൻ്റെ നാത്തൂർക്ക് ഇതുവരെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. ഇതാണ് ഓളെ ഡ്രസ്സ് അന്ന് ഓൾ ട്രിപ്പിന് പോയപ്പോൾ വാങ്ങിയിട്ടുള്ളതേനു. ഞാനും ഓളും പോയിട്ടൊക്കെ തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ ഡ്രസ്സ്. പിന്നെ ആ ചെരുപ്പിൽ ഒരു വൈറ്റ് കണ്ടില്ലേ, അതേനോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓക്കൊരു ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ റൈസൊക്കെ വാങ്ങി വീട്ടിൽ പോന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് ഒരു യോഗട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളെ കമൻസൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.